ഫ്രണ്ട്സ്, സാലി റോസ് ചാനലിൻ്റെ ഒരു പുതിയ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈനിങ് ചുരിദാറിൽ നല്ല വൃത്തിയായിട്ട് ഒരു സിബ് എങ്ങനെ പിടിപ്പിക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത്. നിങ്ങളോട് പറയാതെ തന്നെ ഞാൻ വരയ്ക്കൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത അയ്യോ പുതിയ ആൾക്കാരുണ്ടെ കാണിച്ചു തരാമല്ലോ എന്നോർത്തോണ്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ബാക്കി ചെയ്യുന്നത്. ഇത് നിങ്ങൾ നോക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള സിബ് വെക്കേണ്ടത്രയും നീളം നമ്മൾ ആദ്യം അളന്നതിന് ശേഷം കറക്റ്റ് നടുക്കൂടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഏറ്റവും കറക്റ്റ് നടുക്കൂടെ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാലിഞ്ചിൽ ഒട്ടും കൂടരുതേ, 1/4 ഇഞ്ച് അളവിൽ നമ്മൾ ആ നടുക്കത്തെ ലൈനിന് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വരയൂടെ കൊടുക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് ഇതുപോലെ സ്കെയിലിന് അല്ലെ ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഇത് വെച്ച് നല്ല വൃത്തിയായിട്ട് അളന്നിട്ടേ നിങ്ങൾ ചെയ്യാവൂ. എന്നിട്ട് ഏറ്റവും താഴെ 1 ഇഞ്ച് നീളം, ഏറ്റവും ലാസ്റ്റ് വരുന്ന 1 ഇഞ്ച് നീളം ഈ വി ഷേപ്പിൽ നമ്മൾ മുട്ടിക്കണം. ഈ ചോക്കിൻ്റെ ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് അത് അത്ര കറക്റ്റായിട്ട് വന്നില്ല. അങ്ങനെ വരണം. നല്ല കറക്റ്റ് വി ഷേപ്പിൽ വന്ന് വേണം ലാസ്റ്റ് എൻഡ് ഭാഗം നിൽക്കാൻ. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ലൈനിങ് തുണിയാണ്. ഞാൻ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം വെട്ടി കളഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും ആ മടക്കിയേക്കുന്ന കറക്റ്റ് മടക്കിലൂടെ നടുക്കത്തെ ഒരു ലൈൻ വരച്ചു. അപ്പുറത്തും ഇപ്പുറത്തും ഷാർപ്പ് 1/4 ഇഞ്ചിൽ നമ്മൾ ഓരോ വര വരച്ചു. എന്നിട്ട് നമുക്ക് വേണ്ട നമ്മുടെ സിബ് എടുത്തിട്ട് നമ്മുടെ സിബിൻ്റെ നീളം ഒന്നുകൂടെ നിങ്ങൾ നോക്കണം. സിബിന് നമുക്ക് എന്തേരം നീളം, ഈ മുഴുവൻ നീളം വെക്കണം നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് 10 ഇഞ്ച് മതി. ഇതാണ്ട് ഒരു 15ഓളം ഇഞ്ച് വരും. നമ്മൾ കഴുത്തിൻ്റെ മുകൾ ഭാഗം തൊട്ട് നോക്കിയാൽ 15 ഇഞ്ചുണ്ട്. ഞാൻ 15 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിനിയും ഈ കാണുന്ന ബോർഡറിലുള്ള അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 1/4 ഇഞ്ച് മാറ്റി വരച്ചേക്കുന്ന വരയില്ലേ, ആ വരയിലൂടെ നല്ല കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കണം. ശ്രദ്ധിച്ച് തയ്ക്കണം. ഒട്ടും സ്പീഡ് വേണ്ട. ആ ലൈനിലൂടെ ഒട്ടും പൊളഞ്ഞു പോകരുത്. വളരെ നേരെ തന്നെ പിടിച്ച് നമുക്ക് തയ്ക്കണം. തയ്ച്ച് ആ വരച്ചേക്കുന്ന പോലെ തന്നെ വി ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് തുണി മൊത്തം നേരെ തിരിച്ച് ഇപ്പുറത്തെ ലൈനിലൂടെ ആ വിയിലൂടെ തന്നെ വരണം. വന്ന് ആ വീട് അവിടെ കുത്തി നിർത്തണ്ടേ. എവിടെന്നറിയോ, മുകൾ ഭാഗത്ത് കുത്തി നിർത്തരുത്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് പോലെ വരും. ഏറ്റവും അടി മാത്രം കുത്തി നിർത്തിയാൽ മതി. ബാക്കി നമ്മൾ തയ്ച്ച് ലൈനിലൂടെ തന്നെ പോരുന്നു. ഞാൻ കഴുത്തിൻ്റെ ഭാഗം വെട്ടിക്കളയാഞ്ഞതാ. ഇനി കൂട്ടിപ്പിടിപ്പിക്കുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എന്താ ചെയ്യുന്നത് നോക്കിക്കോണേ. നല്ല നേരെ നമ്മളിട്ടിട്ട് ആ നടുക്കുള്ള ലൈനില്ലേ, ആ നടുക്കത്തെ ലൈൻ വളരെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്നത് നല്ല മൂർച്ചയുള്ള കത്രികയ്ക്ക് വളരെ ശ്രദ്ധിച്ച് വരണം. കാരണം കണ്ടോ, തയ്യലെ മുട്ടാതെ എന്നാൽ തയ്യലിൻ്റെ അടുത്ത് വരെയും ഈ കട്ടിങ് വരണം. എന്നിട്ട് ആ സൈഡൊക്കെ ചെറിയ തോതിൽ നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നു. മടക്കാൻ വേണ്ടിയാണ്. തിരിച്ച് ലൈനിങ് തുണി തിരിച്ച് മടക്കാനായിട്ടാണ്. വളരെ ചെറിയ തോതിൽ ചെയ്യണം. ശ്രദ്ധയോടെയും ചെയ്യണേ. പെട്ടെന്ന് ചെയ്യാൻ പോയാൽ നമുക്കത് ക്ലിയറായി കിട്ടത്തില്ല. ഇനി ഞാൻ ലൈനിങ് തുണി തിരിച്ചിട്ട് നമ്മൾ പതിച്ചടിക്കത്തില്ലേ, അതുപോലെ എടുക്കുക. ശരിക്കും ഇങ്ങനെ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ നല്ലപോലെ മടങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലൈനിങ് തുണിയിലേക്ക് ഒന്ന് അടിച്ചെടുക്കാൻ പോവാം. ലൈനിങ് തുണിയിലോട്ട് നമ്മൾ പതിച്ചടിക്കത്തില്ലേ, അത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ തയ്യൽ തുമ്പ് എങ്ങോട്ട് നിൽക്കണം. തയ്യൽ തുമ്പ് കുഞ്ഞു തയ്യൽ തുമ്പല്ലേ, അധികം ഇല്ലല്ലോ. അത് ആ വശത്തോട്ടാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഉണ്ടോ, ഇതിപ്പോൾ മാറിയാണ് നിൽക്കുന്നത്. നോക്കി ആ വശത്തോട്ട് നിൽക്കണം. ആ വശത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിങ് തുണിയുടെ ഭാഗത്തോട്ട് തയ്യൽ തുമ്പ് നിൽക്കണേ. അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. എന്നിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ശ്രദ്ധയോടെ അരികിലൂടെ തയ്ച്ചു പോകണം. തയ്ച്ച് നിങ്ങൾ നോക്കിക്കോണം. തയ്ച്ച് ആ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. നിർത്തിയിട്ട് നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ തിരിച്ച് ഈ മറുവശവും അങ്ങനെ തന്നെ തയ്ച്ചെടുക്കാം. ഈ സിബ് പിടിപ്പിക്കുക എന്ന് പറയുന്നത് പലർക്കും തലവേദനയാണ്. അത് ഓർക്കുമ്പം പലരും ചെയ്യാറില്ല. പക്ഷെ നല്ല എളുപ്പമാണ്. നമുക്ക് ലൈനിങ് തുണിയിൽ സിബ് പിടിപ്പിക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് 2 പീസാണ് നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഒറ്റ തുണിയാണ്. അതായത് ഇതിന് നമ്മൾ കൂടുതൽ കഴുത്തോ ഒന്നും അതിനുവേണ്ടി എടുക്കുന്നില്ലെന്നുള്ള കാര്യം ഓർക്കണം. തയ്ച്ചു കഴിഞ്ഞു. നമുക്കിത് മടക്കിയെടുക്കാം. ഉണ്ടോ, ഇപ്പം നല്ല പതിച്ചടിച്ചുകൊണ്ട് നല്ല പോലെ മടങ്ങി കിട്ടും. ഉണ്ടോ, ഒട്ടും ചുളിവൊന്നുമില്ലാതെ നമ്മളൊന്നും ചെയ്യണ്ട, കറക്റ്റായിട്ട് വരും. ആ താഴത്തെ പോയിന്റ് നോക്കിക്കേ. ആ താഴത്തെ പോയിന്റിലും ചുളുക്കം വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു ചെറിയ ഒരു കുഞ്ഞു ചുളുക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് പതുക്കെ ഒന്ന് ലൈനിങ് തുണി ഒന്ന് ചെറിയ തോതിൽ വലിച്ചൊക്കെ വിട്ട് കഴിയുമ്പം ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് വരും. ഇനി നമുക്ക് സിബ് വെക്കാൻ പോവാം. അതേ കളറുള്ള
നേവി ബ്ലൂവിൻ്റെ സിബാണ്, സാധാ സിബാണേ, ഇൻവിസിബിൾ ഒന്നുമല്ല. അതിൻ്റെ നല്ല വശം നോക്കുക. അതായത് നമ്മൾ പ്രത്യേക സിബ് വെക്കുന്നവർ പുതിയൊരു ശ്രദ്ധിക്കണം. അതിൻ്റെ ലോക്ക് മുകളിലേക്ക് നിൽക്കത്തക്ക, അതായത് വലിച്ച് താഴേക്കാണോ അതോ തിരിഞ്ഞൊന്നും പോകരുത്, അങ്ങനെ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഇത് തയ്ക്കാത്ത കഴുത്തല്ലേ, അത് കാരണം അത് ഫുള്ള് അതേ അളവിൽ തന്നെ ഞാൻ വെക്കുക. അതായത് ലോക്കിന്റെ തൊട്ട് മുകളിൽ ഒരു ലോഹമുണ്ട്, ആ ലോഹം മേളി വരണം. മേളി വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ച്ചു പോകുന്നതിന് തയ്യൽ തുമ്പ് വിട്ട് കഴിഞ്ഞ് തൊട്ട് പുറകിൽ വരത്തക്ക രീതി വേണം വെക്കാൻ. കാരണം അതേ കൂടെ കയറി സൂചി പോയാൽ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അതിന്റെ തൊട്ട് മേളിൽ നമുക്ക് വേണം കഴുത്ത് തയ്ച്ചു മടങ്ങാൻ. അതനുസരിച്ച് വെച്ചിട്ട് ഈ ഒരു വശം സിബയിലോട്ട് ചേർത്ത് വെക്കണം. എന്നാൽ കൂടുതൽ സിബിന്റെ മുകളിലേക്ക് ചേർത്ത് വെക്കാൻ പോയാൽ സിബിടുമ്പോൾ തുണി കയറി കൊടുക്കും. അങ്ങനെ വരരുത്. എന്നാൽ കറക്റ്റ് സിബയിൽ നിൽക്കത്തക്ക രീതിയിൽ സിബിന്റെ പല്ലില്ലേ അതിലോട്ട് അതിന് മുകളിൽ കയറി നിൽക്കണ്ട, ചേർന്ന് നിൽക്കണം. അങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ചങ്ങ് തയ്ക്കുന്നത്. നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് നമുക്ക് നല്ല എളുപ്പമാണ്, പാടൊന്നുമില്ല. അതുപോലെ തന്നെ തയ്ച്ചു പോവാം. അപ്പം ഞാൻ ഒരു സിബ് തുറന്നിട്ടേച്ച് ഒരെണ്ണത്തെ വെച്ചാൽ തയ്ക്കുന്നത്. നിങ്ങൾ നോക്കിക്കണം. താഴോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ വരെ നല്ലവണ്ണം തയ്ക്കാവേ. ഒരുപോലെ തയ്ച്ചിട്ട് സിബ് മേളിലേക്ക് കയറ്റിയിട്ടു. എന്നിട്ട് നമ്മൾ ആ മുമ്പത്തെ വി പോയിന്റിൻ്റെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് അവിടെ കുത്തി നിർത്തിയിട്ട് നോക്കണേ. ഒരു 4 സ്റ്റിച്ച് വലത്തോട്ട് തയ്ച്ചു. കണ്ടല്ലോ, 4 അല്ലേ 5 കാണി തയ്ച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കണം ആ പോയിന്റ് എങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ടോ, അപ്പം അടുത്ത പീസ് എടുത്ത് സിബയിലോട്ട് കയറ്റി വെക്കുമ്പോൾ രണ്ടും ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് പോലെ വെക്കണം. കണ്ടോ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണത്തേ ഇല്ലല്ലോ ഒട്ടും. അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് പതുക്കെ ശ്രദ്ധയോടെ, അതും കയറി ഇറങ്ങി നിൽക്കരുത്, ഒരേപോലെ കൊണ്ടുവരണം, ഒരേ അളവിൽ. എന്നിട്ട് നമ്മൾ തയ്ച്ചു പോകുന്നു. അപ്പം അതായത് സിബ് ലോക്ക് ചെയ്ത് കഴിയുമ്പം ഇത് നമ്മുടെ അപ്പുറത്തെ ഇപ്പുറത്തെ എൻ്റെ ഒന്നിച്ച് നിൽക്കണം, മൂടി നിൽക്കണം. ഒത്തിരി മൂട്ടി വെച്ചാലും ചിലപ്പോൾ ഈ ലോക്ക് ഇടുമ്പോൾ തുണി അതേ കൂടെ കയറും. അതുകൊണ്ട് അങ്ങനെ വരികയും ചെയ്യല്ലേ കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമുക്ക് ആ ലോക്ക് താഴേക്ക് ഇറക്കി വിട്ടിട്ട് ബാക്കി ഭാഗം കൂടെ തയ്ച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കഴുത്ത് സാധാരണ നമ്മൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. നമുക്ക് നോക്കാം. കണ്ടോ, നല്ലതായില്ലേ? കണ്ടോ, ചുളുക്കവും ഇല്ലല്ലോ ഒട്ടും. നല്ല ക്ലോസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, നല്ല വൃത്തിയായില്ലേ? കണ്ടില്ലേ? ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക. താങ്ക് യു.